PT ടീച്ചറായ ദേവികയ്ക്ക് സ്കൂളിലെ സ്പോർട്സ് കഴിഞ്ഞ രാത്രിക്ക് ശേഷം അവൾക്കൊന്നും ഓർമ്മയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ ഗർഭിണിയാണെന്ന് അറിയുന്നു. ഇത് അവളെ ഭയപ്പെടുത്തുന്നു. കാരണം എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഓർമ്മയില്ല. സത്യം കണ്ടെത്താൻ അവൾ ശ്രമിക്കുന്നു. സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്തിരുന്ന ചില കുട്ടികളെ അന്വേഷിക്കുമ്പോൾ അവർ അവളോട് എന്തോ മറക്കുന്നു എന്ന് അവൾക്ക് തോന്നുന്നു. ഒരു ക്ലൂ കിട്ടാൻ വേണ്ടി അവൾ അവരിൽ ഒരാളോട് അടുത്തു പോകുന്നു. അവൻ സംസാരിക്കുന്നതൊക്കെ രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ ആ രാത്രി അവർ നൽകിയ മിഠായിൽ മരുന്ന് കലർത്തി അവളെ ബോധം കെടുത്തി പീഡിപ്പിക്കുകയും അതിന്റെ വീഡിയോ എടുക്കുകയും ചെയ്തിരുന്നു. ഇത് കേൾക്കുന്നതോടെ അവൾ ആകെ തകർന്നു പോകുന്നു. ഈ സത്യം അവൾ ഭർത്താവായ സുജിത്തിനോട് തുറന്നു പറയുന്നു. പക്ഷെ അവൻ അവളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം കുറ്റപ്പെടുത്തുന്നു. അവൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ശ്രമിക്കുമ്പോൾ കുടുംബത്തിന്റെ പേരും മാനവും പറഞ്ഞ് അവൻ അവളെ തടയുന്നു. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് നീതി തേടാൻ തീരുമാനിക്കുന്നു. കൃത്യമായൊരു പ്ലാൻ ഒരുക്കി ആ കുട്ടികളിൽ ഒരാളെ കണ്ടെത്താൻ കൊച്ചിയിലേക്ക് പോകുന്നു. അവനെ കാണാൻ ഒരു ലോഡ്ജിൽ മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവളാകെ ഞെട്ടുന്നു. കാരണം അവൻ മാത്രമല്ല ബാക്കി കൂട്ടുകാരും അവിടെ എത്തുന്നു. അവർ അവളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവരുടെ കയ്യിൽ ഇപ്പോഴും തെളിവുകളുണ്ടെന്നും പറഞ്ഞ് അവളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ദേവിക പേടിക്കുന്നില്ല. അവൾ ഇതിനായി തന്നെ തയ്യാറായിരിക്കുകയായിരുന്നു. താൻ മുൻപ് പഠിച്ചിരുന്ന മാർഷ്യൽ ആർട്സ് ഉപയോഗിച്ച് അവൾ തിരിച്ചടിക്കുന്നു. അവൾക്കുള്ള ദേഷ്യവും വേദനയും എല്ലാം ചേർന്ന് അവൾ ഒരാളിന് പിന്നാലെ ഒരാളെ കീഴടക്കുന്നു. അവസാനം അവരൊരു മുറിയിൽ പൂട്ടി അവർ ചെയ്ത തെറ്റിന്റെ ഭാരം അവർക്ക് ജീവിതം മുഴുവൻ അനുഭവിക്കേണ്ടി വരുമെന്ന രീതിയിൽ അവൾ ശിക്ഷ നൽകുന്നു. അങ്ങനെ അവളുടെ റിവെഞ്ച് അവൾ തീർക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സുജിത്ത് അവളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. തന്റെ തെറ്റുകൾ മനസ്സിലാക്കി അവളോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ദേവിക അവനെ ഒഴിവാക്കുന്നു.